കടൽ ചതിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് ഓരോ തവണയും മത്സ്യത്തൊഴിലാളികൾ പ്രിയപ്പെട്ടവരെ കരയിൽ തനിച്ചാക്കി ആഴക്കടലിലേക്ക് തുഴയെറിയുന്നത്. ആ വിശ്വാസം കാക്കാൻ പലപ്പോഴും കടലിനായിട്ടില്ല. ഒരു തവണയല്ല, പലതവണ മനുഷ്യരുടെ ജീവനെടുത്ത മുതലപ്പൊഴി എന്ന മരണഭൂമികയിൽ കടൽ വെള്ളത്തോളം തന്നെ മനുഷ്യരുടെ കണ്ണീരുമുണ്ട്. ആ ഭീതിയുടെ മരണപ്പൊഴിയിലേക്കാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ അഖിൽ ഷാ റൈഡിംഗ് റിപ്പോർട്ടുമായി കടന്നു ചെല്ലുന്നത്. മനുഷ്യൻ ഈയല് പോലെ മരിച്ചു വീഴുന്ന മുതലപ്പൊഴി എന്നു മുതലാണ് മരണപ്പൊഴിയായി മാറിയത്. അന്നത്തിന് വക തേടി കടലിൽ പോയി മടങ്ങി വരുന്ന മത്സ്യത്തൊഴിലാളി കര കാണുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് അതേ കടലിൽ തന്നെ മുങ്ങിത്താഴുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ജീവനെടുക്കുന്ന മരണക്കയത്തിൽ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മുതലപ്പൊഴി തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേയറ്റത്തെ തീരദേശം. അതിനുമപ്പുറം മത്സ്യത്തൊഴിലാളികളുടെ ഉയിരെടുക്കുന്ന മരണഭൂമി. പക്ഷേ ഭൂപ്രകൃതിയിലാണ് മുതലപ്പൊഴിയുടെ സവിശേഷത. അഞ്ചുതെങ്ങിനും പെരുമാതുറയ്ക്കും ജീവിക്കാൻ വക നൽകിയ രണ്ടു കായലുകൾ, അഞ്ചുതെങ്ങ് കായലും കഠിനംകുളം കായലും. അഞ്ചുതെങ്ങിൻ്റെ കാർഷിക സമൃദ്ധിയും ചിറയൻകീഴ് കയറിൻ്റെ നല്ല കാലവും മങ്ങി വന്നപ്പോൾ മനുഷ്യർ കടലിലേക്ക് ജീവിതം തേടി. അങ്ങനെ ആ ഭൂപ്രകൃതിയും മത്സ്യസമ്പത്തും ലക്ഷ്യമിട്ട് സർക്കാർ 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് മുതലപ്പൊഴിയിൽ പുലിമുട്ട് വിരിച്ച് തുറമുഖം പണിതു. അന്നു മുതൽ മുതലപ്പൊഴി മരണപ്പൊഴിയായി. നീണ്ടകരയിലേതെന്ന പോലെ ഒരു തുറമുഖം. കായലിൽ നിന്ന് കടലിലേക്ക് ഇങ്ങനെ പുലിമുട്ടുകൾ നിരത്തി. മത്സ്യത്തൊഴിലാളികൾക്ക് പക്ഷേ ആശങ്ക പലതായിരുന്നു. അന്നവർ അതൊക്കെ പറയുകയും ചെയ്തു. അശാസ്ത്രീയമെന്ന് കടലറിവുള്ളവർ പലതവണ ശബ്ദമുയർത്തി. പിന്നീട് ഈ അഴിമുഖത്ത് ദുരന്തം തുടർക്കഥയായി. മുട്ടിന് വീതി കുറവാണ്. അത് ഇറങ്ങിപ്പോണ അഴിമുഖത്തിന് വീതിയും കുറവാണ്. അപ്പോൾ ഈ 2 ദിവസം മുന്നേ തന്നെ ഉള്ളിൽ നിന്നൊരു ചെറിയ വെള്ളം ഓടി വന്ന് ലേലൻഡിൽ ഇടിച്ച് 2 വെള്ളവും പൊട്ടി. ചെറിയ വെള്ളവും പൊട്ടി, ലേലൻഡും പൊട്ടി. കായലിൽ വരെ പോയി കടലടിച്ച് ആ രീതിയായിരുന്നു. മുട്ടടിക്കാൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. ഇനിയിപ്പോൾ ഒരു 3-4 മണി വരെ ഈ ഏറ്റം നിൽക്കും. അന്നേരം ചില സമയത്ത് വീട്ടിനകത്തോട്ടങ്ങ് വെള്ളം കയറും. തെക്ക് പെരുമാതുറയിലോ തീരം അധികമായി. പക്ഷെ അത് ഗുണത്തേക്കാൾ ഏറെ ചെയ്തത് ദോഷമാണ്. അഴിമുഖ കവാടത്തിൽ മണൽത്തിട്ട രൂപപ്പെടുന്നത് പതിവ് സംഭവമായി. തിരമാലകളെ തടയാൻ നിർമ്മിച്ച പുലിമുട്ടുകളിൽ തിരയാഞ്ഞടിച്ചു. ഇതുവരെ മരണപ്പെട്ടത് 70-ലധികം മത്സ്യത്തൊഴിലാളികളാണ്. വില്ലനായത് പുലിമുട്ടുകൾ തന്നെയെന്ന് മുതലപ്പൊഴിയിലെ മത്സ്യത്തൊഴിലാളികൾ പറയും. കാരണം കര തൊടാൻ കണ്ണേറുള്ളപ്പോൾ കൈക്കരുത്തുകൊണ്ട് നേടിയ വള്ളം മറിയുന്നു. മത്സ്യത്തൊഴിലാളികൾ മുങ്ങിപ്പിടയുന്നു. എപ്പോഴെത്താനും ഒരു 50 എണ്ണം മരിക്കാതിരിക്കുകയാണ്. മത്സ്യത്തോട് ജീവിക്കാൻ മാർഗമില്ല. ഞങ്ങൾ വഞ്ചിയും കൊണ്ട് ഓടുകയാണ്. ആപത്തിലാണ് ഞങ്ങൾ രക്ഷപ്പെട്ട് കര കൊണ്ടുവരുന്നത്. വള്ളമൊന്നും പോകാൻ വെക്കണില്ല, മണ്ണെടുത്ത് മാറ്റുന്നതുമില്ല, ആയപ്പാടെ പ്രശ്നമായിട്ട് കിടക്കണം. വലയിൽ കുരുങ്ങിപ്പോയതാണോ അതോ ശ്വാസം മുട്ടി താഴോട്ട് പോയതാണോ തോന്നുന്നു. പക്ഷേ ദൈവാധീനം പോലെ അന്ന് തന്നെ ആ സമയത്ത് തന്നെ കിട്ടിയോണ്ട് ഞങ്ങൾക്കെല്ലാം ഒരു സമാധാനമായി. സംഭവിച്ചത് സംഭവിച്ചു. ആ സമയത്ത് തന്നെ 2 മണിക്കൂറിനകത്ത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അന്തം വിട്ടു വരും. പിന്നെ കല്ലിനിടെ കയറിയാൽ പിന്നെ നമുക്ക് കയ്യും കാലും മാത്രം കിട്ടും. കടലെടുത്തവരുടെ കുടിലുകളിൽ വേണ്ടപ്പെട്ടവരുടെ നിലയ്ക്കാത്ത നിലവിളികൾ. എത്ര മരണങ്ങൾ കൺമുന്നിൽ കണ്ട് മനസ്സുറച്ചു പോയ മത്സ്യത്തൊഴിലാളികൾ.
ചെറിയ കൊച്ചുവെള്ളത്തിൽ കയറി പോകുമായിരുന്നു. വെള്ളം ഓടിക്കുന്ന ഒരാൾ ഞാൻ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നു. ഫ്രണ്ടിലോട്ട് തിരിഞ്ഞ് നോക്കിയത് വള്ളത്തിനെക്കാട്ടി പൊക്കത്തിൽ കടൽ വരുന്നു, വള്ളത്തിനകത്ത് വീഴുന്നു. ഞാൻ രണ്ട് കമ്പിയിലും ഇറുക്കി പിടിച്ച് കണ്ണടച്ച് ആ കടലങ്ങ് പോയി ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ആളുമില്ല, വള്ളത്തിൽ നിറം ഫുള്ള് വെള്ളം നിറഞ്ഞ് വെള്ളം കിടന്ന് അങ്ങോട്ട് കടലി മാത്രമേ ഉള്ളൂ. മരണം നിത്യസംഭവമായപ്പോൾ പഠനം പലതു നടന്നു. വിഴിഞ്ഞം തുറമുഖം മുതൽ തീരദേശത്തെ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ വരെ ചർച്ചയായി. മാമ്പള്ളിയിൽ തീരദേശ റോഡ് ഉപരോധം ഇടതടവില്ലാതെ തുടർന്നപ്പോൾ ഒടുവിലത്തെ പഠനം. ശേഷം പുലിമുട്ടിന്റെ ഘടന മാറ്റണമെന്ന വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം. പക്ഷേ അതൊക്കെ എത്ര കണ്ട് നടപ്പായി? ശരിക്കും ഈ മുട്ട് പൊളിച്ചിട്ട് എഞ്ചിനീയർമാരുടെ പുതിയ രീതിയിൽ, അതായത് ഇവിടെ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് പുതിയ രീതിയിൽ കല്ലടിക്കണം. തിരമാലകളെ അതിജീവിച്ചു വരുന്ന പ്രിയപ്പെട്ടവരെ നൂറുകണക്കിന് കുടുംബങ്ങൾ കരയിൽ കാത്തിരിപ്പുണ്ട്. കടുത്ത ആശങ്കയുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കണമെങ്കിൽ പൊഴി ശാന്തമാകണം. അതിന് മത്സ്യത്തൊഴിലാളികളുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള മാറ്റം അനിവാര്യമാണ്. മനുഷ്യൻ ഇങ്ങനെ മരിച്ചു വീഴുന്ന പ്രതിഭാസത്തെ സർക്കാർ എങ്ങനെയാണ് കണ്ടില്ല എന്ന് നടിക്കുന്നത്? എത്രയെത്ര കുടുംബങ്ങളാണ് അനാഥമായത്? എന്നിട്ടും ഇനി എത്ര കുടുംബങ്ങൾ ഇങ്ങനെ അനാഥമായാൽ സർക്കാർ ഇവരെയൊക്കെ തിരിഞ്ഞു നോക്കും? ക്യാമറമാൻ സിറിൽ ഡി ലെസ്ലിക്കൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം.